ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ദശാംശത്തെ പറ്റി ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വചനം ഇങ്ങനെ കേട്ടപ്പോൾ, ഒരു ദൈവദാസൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ സഭയോട് ഈ വിഷയങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ദശാംശത്തെ പറ്റി അറിയാവുന്ന എത്ര പേരുണ്ട് ഇവിടെ? ദശാംശം എന്ന് പറയുമ്പോൾ എല്ലാം അറിയാവുന്ന ഒന്ന് പേടിക്കുക, നമ്മുടെ കൈയൊക്കെ പൊക്കിക്കോ. ദശാംശം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം കേട്ടും പഠിച്ചും വളർന്നു വന്നിട്ടുള്ള കാര്യം എന്താണ്? ദശാംശം കൊടുക്കണം എന്നുള്ളത്. പിന്നെ പാസ്റ്റർമാർക്ക് നല്ല ഇഷ്ടമുള്ള സബ്ജക്റ്റ് ദശാംശം തരണമെന്നുള്ളത്. അല്ലെ, നമുക്കെല്ലാം കിട്ടുന്നത് എല്ലാവർക്കും നല്ല സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ തിരുവചനം, പുതിയ നിയമ വിശ്വാസി ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ചില കാര്യങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കാനുള്ള സമയത്തിനുള്ളിൽ അത് ജസ്റ്റ് എല്ലാവരും മനസ്സിലാക്കും. കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് ടൈത്തിനെ പറ്റിയാണ് പറയുന്നത്. ടൈത്ത് അറിയോ? എന്തുവാ? നീ ടൈത്ത് കൊടുക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ടൈത്ത് കൊടുക്കുമെന്ന് അറിയാൻ ഞാൻ ചോദിച്ചത്. അവൾക്ക് ഇല്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് അവൾ കൊടുക്കുന്നില്ല. കുഴപ്പമില്ല. ഞാനത് ചോദിച്ചത്. നമ്മളെല്ലാവരും ദശാംശം കൊടുക്കണമെന്ന് പറയുന്നതാണ്. ഞാൻ ആദ്യമേ പറയട്ടെ, പുതിയ നിയമത്തിൽ നമ്മൾ പൗലോസ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ലേഖനങ്ങളിലെങ്ങും ദശാംശം എന്ന് പറഞ്ഞൊരു വാക്കേ ഇല്ല. ആകെ വാക്കുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനത്തിലാണ്. എവിടെ ആകെയുള്ളേ? ബാക്കി ഒരു ലേഖനങ്ങളിലും ദശാംശം എന്ന് പറയുന്നൊരു വാക്കില്ല. എബ്രായ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഒരു വേദഭാഗത്ത് 5-ാം അധ്യായത്തിൽ മാത്രമേ ഉള്ളൂ ദശാംശം എന്ന് പറയുന്ന ഒരു വാക്ക്. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ തിരുവചനം മുഴുവൻ വചനം ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? ആണോ? 100 രൂപ അത് കൊടുക്കുക എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. സിജി ഭയങ്കരമായിട്ട് ഈ കുഞ്ഞിൻ്റെ കയ്യിൽ ഈ ബോൾ ഇവിടെ വൈകിട്ടൊക്കെ കളിക്കാതിരിക്കും ബോൾ കൊടുക്കും. ഇവിടെ ഒരു ബോൾ കിടന്നു കഴിഞ്ഞാൽ അവൾ കക്ഷത്തി വെക്കും, അടുത്ത ബോൾ കൃഷ്ണന്റെ ബോൾ എടുത്ത് അതും എടുക്കും, അപ്പുറത്ത് കിടക്കുന്ന ബോൾ കണ്ട് അതും എടുക്കും, എല്ലാം കൂടെ എടുക്കാൻ വയ്യെങ്കിലും എല്ലാം കൂടെ എടുക്കും, വേറെ ആരെയും കിട്ടും അതിൻ്റെ മേളിലും പോവും. കൊടുക്കാൻ പറഞ്ഞാൽ ഒന്നും കൊടുക്കത്തുമില്ല. ഞാൻ സിജി പഠിപ്പിച്ചില്ലല്ലോ അങ്ങനെ. സിജി പറയുന്നത് കൊടുക്കെന്ന് പറയും. പക്ഷെ ഇവളെന്ത് ചെയ്യത്തില്ല, അവിടെ നിന്ന് ഒരു ബോൾ എടുത്താൽ കരയുകയും ചെയ്യും. അവൾക്ക് അല്ല അടി ശരിക്കും പറ്റുമായിരുന്നെങ്കിൽ അടിക്കും. ഇപ്പം പാവ കൊച്ചായതുകൊണ്ട് കുഞ്ഞ് അടിക്കാത്തതുകൊണ്ട് അറിയത്തില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ നാച്ചുറൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? കൊടുക്കാതിരിക്കാനാണ്. കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാർഗ്ഗമുള്ള എന്നറിയോ? വടിയൊക്കെ എടുത്തോ, ഇങ്ങനെ വടി എടുത്തോണ്ട് എന്ത് വേണം? കൊടുക്കടി, അത് ഞാൻ കൊച്ചു കൊടുക്കും. അത് പേടിച്ചിട്ട് വടി കൊടുക്കുകയാണെങ്കിൽ പേടിച്ചിട്ട് വേണമെങ്കിൽ ഒരു ബോൾ കൊടുക്കും. ഈ ദൈവം പഴയ നിയമത്തില് ഈ ദശാംശം എന്നുള്ള കൽപ്പന കൊടുത്തത് അത് ഈ വടിയെടുത്ത് കൊടുക്കുന്ന ഒരു കൽപ്പനയായിരുന്നു. എന്തുവാ? നിങ്ങൾ കൊടുക്കാൻ മടിയുള്ള മനുഷ്യനെ പറഞ്ഞേക്കുക, നീ ദശാംശം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കൊടുത്തോണം. മലാക്കിയുടെ നമുക്കറിയാം, മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തെ എന്ത് ചെയ്യല്ലേ? ദൈവത്തെ ഇങ്ങനെ വാക്യം, മലാക്കി പ്രവാചകന്റെ വാക്യം, ദൈവത്തെ നിങ്ങൾ തോൽപ്പിക്കരുത്. ആ വാക്യമാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ ആ വിഷയം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന, അതുകൊണ്ട് അച്ഛന് മലാക്കി പ്രവചനം ഒന്നെടുക്കുക. ആ വാക്യം ഒന്നെടുത്താൽ ഞാനത് പറഞ്ഞു. എന്നിട്ട് ആ വിഷയത്തിലേക്ക് പെട്ടെന്ന് വരാം. എല്ലാവരും ഒന്നെടുക്കണം കുഞ്ഞുങ്ങൾ. മലാക്കി ചാപ്റ്റർ 3 3-ാം അധ്യായത്തിൽ ചാപ്റ്റർ 3 വേഴ്സ് 8 ആണ്. അത് മലയാളത്തിൽ വായിച്ചാൽ മതി. കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് വായിച്ച് നോക്കി മനസ്സിൽ വെച്ചാൽ മതി. ഇടയ്ക്ക് ഞാൻ ചോദിക്കും, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? ആ, ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. മതി. ഈ വാക്യം എത്ര വായിച്ചു? അത് അതിനെപ്പറ്റി വിശദീകരിക്കാനുണ്ട്. ഭയങ്കരമാണ്. നിങ്ങൾ ഇത് കൊടുക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. ആരോടാ പറഞ്ഞേ? ഈ കൽപ്പന കൊടുത്ത ജനത്തോട് പറയുക. ഞാൻ അതിനു മുമ്പായിട്ട് നമ്മൾ വചനത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഒരു ഈ ദശാംശത്തെ പറ്റിയുള്ള ഈ പഴയ നിയമത്തിലെ ഒരു കാര്യം പറയാൻ വേണ്ടി ഈ വേദഭാവം എടുത്തത്. ഈ ദൈവം പറഞ്ഞ ഈ കൽപ്പന ചെയ്തില്ലെങ്കിൽ അവർ ശാപഗ്രസ്തരാന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അത്രത്തോളം വളരെ തീക്ഷ്ണമായ നിലയിലാണ് ദൈവത്തിന്റെ വചനം ദൈവത്തിന് കൊടുക്കാനുള്ളതിനെ പറ്റി പറയുന്നത്. എന്നാൽ നമ്മൾ ബൈബിൾ ഉടനീളം വായിക്കുമ്പോൾ എപ്പോഴാണ് ദശാംശത്തിന്റെ കൽപ്പന കൊടുത്തതെന്നറിയാവോ? ദശാംശത്തിന്റെ കൽപ്പന എപ്പോഴാണ് കൊടുത്തേ? മോശയുടെ ന്യായപ്രമാണം വന്നതിന് ശേഷമാണ് ദൈവം എന്ത് കൊടുക്കുന്നത്. ഞാൻ ഈ വചനത്തെ ഞാനൊരു 3ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ നമ്മുടെ ബൈബിൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. ബൈബിളിൽ ഉൽപ്പത്തിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മോശയ്ക്ക് കൽപ്പന കൊടുക്കുന്നത് വരെ നമ്മൾ പറയുന്നത് അവിടെ ദൈവത്തിൻ്റെ നിയമങ്ങളൊന്നും ഇല്ലാത്ത കാലമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? ഏതാ?
ആദമും ഹവയെ സൃഷ്ടിച്ചത് മുതൽ, കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് ലിസൺ ഹിയർ, ആദമിനെ ഹവയെ സൃഷ്ടിച്ചത് തൊട്ട് മോസസിന് കൽപ്പന കൊടുക്കുന്നത് വരെ ദൈവം ഒരു കൽപ്പനയും ആർക്കും കൊടുത്തിട്ടില്ല, ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ മോശയ്ക്ക് കൽപ്പന കൊടുത്തതിന് ശേഷം യേശുക്രിസ്തുവിന്റെ കാലം വരെ അവരേത് കൽപ്പനയ്ക്ക് അടിയിലായിരുന്നു? ഈ 10 കൽപ്പനകളും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും അടിയിലായിരുന്നു അവർ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കണമെന്നുള്ള വിഷയത്തിൽ. എന്നാൽ ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു സുവിശേഷങ്ങളിൽ പറഞ്ഞത്. യേശു കർത്താവിന്റെ കാലം എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ പീരീഡ്. എവിടുന്ന? ഈ കൽപ്പനയുടെ അവസ്ഥയിൽ നിന്ന് പുതിയ നിയമസഭയുടെ അങ്ങോട്ടുള്ള ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു നമ്മൾ ആ സുവിശേഷങ്ങളിൽ വായിക്കുന്ന കാലം. സഭ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് അടുത്ത ഒരു കാലം. ഞാൻ ഈ 4 കാലങ്ങളിൽ എന്താണ് ഈ ടൈത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് പറയാൻ വേണ്ടിയാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി. ഏതൊക്കെ ഒരു കാലം ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെല്ലാം. ഇനി ഒരിക്കലും കാര്യം നമ്മൾ തെറ്റ് ആരെങ്കിലും കേട്ട ഈ ദശാംശം കേൾക്കുമ്പോൾ തെറ്റിപ്പോകരുത്, അതിനുവേണ്ടി പറഞ്ഞതാ. ഒന്ന്, ഉൽപ്പത്തി മുതൽ മോശയ്ക്ക് കൽപ്പന കൊടുക്കുന്നത് വരെയുള്ളൊരു കാലം. പിന്നെ മോശയ്ക്ക് കൽപ്പന കൊടുക്കുമ്പോഴാണ് പറയുന്നത് ഈ ദശാംശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ ആലയത്തിൽ കൊണ്ടുവരണം, അത് ലേവ്യർക്കുള്ളതാണ്, അത് ദരിദ്രർക്കുള്ളവരാണ്, ആലയത്തിന് വേണ്ടിയുള്ളതാണെന്ന് പറയുന്ന കൽപ്പന കൊടുക്കുന്നത്. പിന്നീട് യേശു കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ യേശു കർത്താവ് ഈ പരീശന്മാരെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ദശാംശം കൊടുക്കുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു? എല്ലാത്തിനും നിങ്ങൾ ദശാംശം കൊടുക്കുന്നുണ്ട്. പിന്നെ യേശു കർത്താവ് ഒരു വാക്കിങ്ങനെ പറയുന്നുണ്ട്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത്. അതിനർത്ഥം ദൈവത്തിന് ഏത് കൊടുക്കണമെന്ന്. അതിനർത്ഥം എന്തോ? കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. എന്നാൽ അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തി തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ദശാംശം എന്ന് പറയുന്ന ഒരു വാക്കേ തിരുവചനം ഉപയോഗിച്ചിട്ടില്ല. പഴയ നിയമത്തിലെ ഉദാഹരണം എടുക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ മാത്രമാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് അതിന് മുമ്പായിട്ട് ഞാൻ 2-3 വാക്ക്. എന്നാൽ ഈ ദശാംശം എന്നുള്ള വാക്ക് പറയുന്നില്ലെങ്കിലും ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞ കാര്യമാണ്, ഈ വ്യഭിചാരം തെറ്റാണെന്നുള്ള കൽപ്പന ദൈവം കൊടുക്കുന്നത് മോശയ്ക്കാണ് കൊടുക്കുന്നത്. പക്ഷെ അതിനു മുമ്പേ ഈ കൽപ്പന കൊടുക്കുന്നതിന് മുമ്പുള്ള ആളായിരുന്നു യോസഫ്. നമ്മൾ എവിടെ മോശ വരുന്നതിന് മുമ്പേതാ? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, പിന്നെ യോസഫ് മിസ്രൈമിൽ വരുന്നു. അവിടെ വെച്ച് ദൈവം മോശയിൽ കൂടെ വിടുവിക്കും. ഞാൻ ശ്രദ്ധിച്ചാണ്, മോശയിൽ കൂടെ വിടുവിക്കുന്നു. മോശയ്ക്ക് ദൈവം കൽപ്പന കൊടുക്കുന്നു. ആ മോശയ്ക്ക് കൽപ്പന കൊടുക്കുന്നത് വരെ എന്തില്ലായിരുന്നു? ഒരു കമാൻഡ്മെന്റ് ഇല്ലായിരുന്നു അവർക്ക്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ, എല്ലാ മനുഷ്യരുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവം കൊടുത്തൊരു നിയമം കിടപ്പുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിയമം കിടന്നതുകൊണ്ട് യോസേഫിനെ, നമുക്കറിയാം പൊത്തീഫറിന്റെ ഭാര്യ യോസേഫിനെ വിളിക്കുമ്പോൾ യോസഫ് എന്ത് ചെയ്തു? അവൻ രക്ഷപ്പെട്ടു പോകുന്നതാ. നിയമം ഉണ്ടായിട്ടല്ല, പക്ഷെ അവന്റെ ഉള്ളിലുള്ള അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ചിന്ത ഉള്ളത് കൊണ്ട് ഈ തെറ്റാണെന്ന് അവൻ ബോധ്യം വന്നതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. എന്നാൽ തെറ്റാണെന്നുള്ള കൽപ്പന കൊടുക്കുന്ന ആരുടെയില്ല? മോശയ്ക്കാ കൊടുക്കുന്നത്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതുപോലെ ഞാൻ പറയാം, ഈ ദശാംശം എന്ന് പറയുന്ന കൽപ്പന വരുന്നതിന് മുന്നമേ ദശാംശം കൊടുത്തിട്ടുണ്ട്. വാക്യം പെട്ടെന്ന് നമുക്ക് 2-3 വാക്യം എടുക്കാം. ജനസിസ് ചാപ്റ്റർ 14, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, 14-20. ആരെങ്കിലും ഒന്ന് വായിച്ചോണേ. ഇംഗ്ലീഷ് കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കും എന്താന്ന്, അതിന് മുൻസ് ഞാൻ വായിച്ചാൽ മതി. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെട്ടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ പിന്നെ പഠിക്കാൻ വരുന്നുണ്ട്. ഈ അബ്രഹാമിന്റെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ എന്ത് കൽപ്പനയില്ല? ദശാംശത്തിന്റെ കൽപ്പന ദൈവം കൊടുത്തിട്ടില്ല. അതിനു മുമ്പ് അബ്രഹാം, ചരിത്രം നമ്മൾ വായിക്കാൻ സമയത്തുണ്ട്. ആ സമയത്ത് അബ്രഹാം എന്ത് ചെയ്തു? ഈ ശാലേം രാജാവായ മെൽക്കീസദേക്ക് അബ്രഹാമിന്റെ അടുത്തേക്ക് വരുമ്പോൾ, അബ്രഹാം ശത്രുക്കളെ ജയിച്ചു വരുമ്പോൾ തനിക്ക് കിട്ടിയ എല്ലാത്തിനകത്തു നിന്നും 10-1 ആർക്ക് കൊടുത്തു. ഒരു ചോദ്യം വരും, ഇതാരെങ്കിലും പറഞ്ഞിട്ട് കൊടുത്തതാണോ? ദൈവം പറഞ്ഞില്ല. പക്ഷെ അവന്റെ ഉള്ളില് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ദൈവത്തിന് ചിലത് കൊടുത്തേ പറ്റൂ. അത് നമ്മളവിടെ വചനത്തിൽ കമാൻഡ്മെന്റ് ആയിട്ടില്ലായിരുന്നു. അവന്റെ ഉള്ളിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? 10 കൊടുത്തു. രണ്ടാമത് പിന്നെ നമ്മൾ വായിക്കുമ്പോൾ, ഞാനതാ നിങ്ങൾ വാക്യം പഠിക്കുന്നതുകൊണ്ട് എഴുതി വെച്ചോണം. രണ്ടാമത് വാക്യം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 28-ന്റെ ജനസിസ് ചാപ്റ്റർ 28 വേഴ്സ് 22-ല് യാക്കോബ് അവൻ MBA പാസ്സായിട്ടൊരു ടെസ്റ്റ് പറയുന്നുണ്ട്. യാക്കോബ് MBA പാസ്സായതിനു ശേഷം പറയുന്ന
28 verse 22. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ആ ദൈവത്തിന്റെ ആലയവും ആ. ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ആ. ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച, നീ എനിക്ക് തരുന്ന സകലത്തിൽ ഞാൻ എന്ത് ചെയ്യും? കാര്യം ആദ്യത്തെ MBA കാരന് എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ നിനക്കും, അല്ലേ, എനിക്കെന്തെങ്കിലും കിട്ടിയാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്യാം? അതിന് പുറകിലത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ച് ഞാൻ ചെയ്യുന്നതെല്ലാം നീ എനിക്ക് ബിസിനസ്സിനകത്തെല്ലാം വർദ്ധിപ്പിച്ചു തന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്യാം? ഒരു വിഹിതം നിനക്ക് തന്നേക്കാം. അത് MBA കാരുടെ പഠിപ്പിക്കുന്നത്. കിട്ടിയ ലാഭം കിട്ടിയാൽ തന്നേക്കാം. ആദ്യത്തെ MBA കാരൻ ഒരാൾ പറഞ്ഞു, ആദ്യത്തെ MBA കാരൻ യാക്കോബായിരുന്നു. യാക്കോബ് പറഞ്ഞു, ഞാൻ നിനക്ക് എന്ത് ചെയ്തേക്കാം? 10 നിനക്ക് തന്നേക്കാം. ഞാൻ പറഞ്ഞു, അന്നേരം ഈ പറയുന്ന കമാൻഡ്മെന്റ് വരുന്നതിന് മുമ്പ് 2 ഇടത്തെ എന്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ? 10 കൊടുത്തു എന്നുള്ളത്. അതിനുശേഷം ഈ കൽപ്പന വന്നതിന് ശേഷമുള്ള 2 വാക്യം നമുക്ക് വായിക്കാം. എടുത്ത് ലേവ്യ പുസ്തകം, ദ ബുക്ക് ഓഫ് ലെവിറ്റിക്സ്, ലേവ്യ പുസ്തകം 27-ാം അധ്യായത്തിന്റെ ചാപ്റ്റർ 27 വേഴ്സ് 30. ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 27 വേഴ്സ് 30. അച്ഛാ എന്ന് വായിച്ചോ. 27-30. ഇവിടെ ഒരു കാര്യം കൂടെ, ഇവിടെ തൊട്ട് മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന കൽപ്പനകളുടെ ഭാഗമായി ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കുന്ന കൽപ്പനയാണ്. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധം. ഇവിടെ വന്നപ്പോ എന്താണെന്നറിയാം? മാൻഡേറ്ററി ആയിട്ടുള്ള കൽപ്പന കൊടുത്തിരിക്കുക. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു മാൻഡേറ്ററി ലോ ആണ്. എന്ത് ചെയ്യണം? എല്ലാറ്റിന്റെയും 10% ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. അന്നേരം ഈ കൽപ്പന വാലിഡായിരിക്കുന്ന ഒരു കാലമാണ് പിന്നീട് നമ്മൾ യേശു കർത്താവിന്റെ കാലം വരെ കാണുന്നത്. ഇത് കൊടുക്കാതെ വന്നവരോട് ദൈവം പറഞ്ഞ കാര്യമാണ് നമ്മൾ മലാക്കി പ്രവചനത്തിൽ വായിച്ചത്. എന്താ പറഞ്ഞത്? നിങ്ങൾ ദൈവത്തെ എന്ത് ചെയ്യുക? നമ്മൾ വായിച്ച വാക്യം, ദൈവത്തെ നിങ്ങൾ എന്തായിരുന്നു? ദൈവത്തെ നിങ്ങൾ തോൽപ്പിക്കരുത്, ദൈവത്തെ നിങ്ങൾ മോഷ്ടിക്കരുത്. കാര്യം വടി കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ ശാപഗ്രസ്തരാകും. ഇപ്പൊ ഇവര് 10 കൊടുത്ത എങ്ങനെയാണെന്ന് അറിയോ? പേടിച്ചിട്ടാ. കൊടുത്തില്ലെങ്കിൽ എന്താ പറ്റും? കൊടുത്തില്ലെങ്കിൽ ആശുപത്രി കിടക്കേണ്ടി വരും. അല്ല, അങ്ങനെയാണോ? ദശാംശം കൊടുത്തില്ലെങ്കിൽ ഡോക്ടർക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ പറയുന്നത് പോലെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായല്ലോ. ദശാംശം കൊടുത്തില്ല ഡോക്ടർക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്ന പോലെ, വടിയെടുത്ത് പേടിപ്പിച്ചിട്ട് ദശാംശം കൊടുക്കുന്നത് പോലെ ദൈവം എന്തുകൊണ്ടാണ്? മനുഷ്യന് കൊടുക്കാൻ നാച്ചുറലി എന്തില്ല? മനുഷ്യനെ കൊണ്ട് വരുന്നില്ല. എൻ്റെ 100 രൂപ ഉണ്ടെങ്കിൽ 110 കിട്ടാൻ വേണ്ടി നോക്കി കിടക്കായിരിക്കും നമ്മൾ നാച്ചുറലി, അല്ലേ? എൻ്റെ 100 രൂപ ഉള്ളപ്പോൾ ഞാൻ ഇപ്പം അവന് കൊടുക്കാനോ? അവൻ്റെ വിഷയത്തിൽ. അങ്ങനെ ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? താൻ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള നിർബന്ധിതമായ കൽപ്പന ദൈവം അവർക്ക് കൊടുത്തു. ദൈവത്തിന് നിങ്ങൾ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ആരാകും? ശാപഗ്രസ്തരാകും. ആരാകും? അതുകൊണ്ടാണ് ദൈവം പറയുന്നത്. എന്നിട്ട് അവിടെ നമ്മൾ മലാക്കി പ്രവചനം അത് വായിക്കാൻ സമയമില്ല. അവിടെ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ കൊടുത്തു നോക്ക്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കൊടുത്തു നോക്ക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക. അവൻ സ്വർഗത്തിലെ വാതിൽ തുറന്ന് മതിയാകുവോളം നിങ്ങൾക്ക് തരികയില്ലയോ? നിങ്ങൾ ദശാംശം ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുവരുവിൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലയോ? ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പന, ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എന്നാൽ ഇനി പുതിയ നിയമത്തിൽ വരുമ്പോൾ, ഒന്ന് ഞാൻ പറഞ്ഞത്, പഴയ ഉടമ്പടിയിൽ ദൈവം കൊടുക്കാൻ പറഞ്ഞത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കൽപ്പനയായിരുന്നു. കൊടുത്തില്ലെങ്കിൽ എന്തായിത്തീരും? ശാപഗ്രസ്തനാകും. 10% ദേവാലയത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അവനെ പിന്നെന്താ? അവൻ ആശുപത്രി പോകേണ്ടി വരും. അല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞു കേട്ടോ. നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുന്നത് ആശുപത്രി പോകേണ്ടി വരും, അല്ലെ ഡോക്ടറെ കൊടുക്കേണ്ടി വരും. അതിലും ഭേദം നീ എവിടെ കൊണ്ടുപോരെ? ദൈവസന്നിധി കൊണ്ടുവന്നിട്ടോ സ്വോത്രകാഴ്ച ഇട്ടോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. എന്നാൽ പുതിയ നിയമത്തിൽ എന്താണ് ന്യൂ കവനന്റിൽ പറയുന്നത്? നമുക്ക് അവിടെ കുറെ വാക്യങ്ങൾ പഴയ നിയമത്തിൽ വായിക്കുകയാണ് ഞാൻ. പക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം മനസ്സിലായിത്രേ. ഒന്ന്, കവനന്റിന് മുമ്പ്, ഉടമ്പടിക്ക് മുമ്പായിട്ട് ദൈവം കൽപ്പന കൊടുത്തില്ല. പക്ഷെ അവിടെ 10% ആര് കൊടുത്തു? അബ്രഹാമും കൊടുത്തു, യാക്കോബും കൊടുത്തു. പിന്നെ ഉടമ്പടി കൊടുത്തതിന് ശേഷം എല്ലാവരും എന്ത് ചെയ്യും? കറക്റ്റായിട്ട് ദൈവസന്നിധി 10% കൊണ്ടുവരുമായിരുന്നു. കാരണം എന്തുവാ? കൊണ്ടുവന്നില്ലെങ്കിൽ അത് മാൻഡേറ്ററി ആണ്, ദൈവത്തിന്റെ കൽപ്പനയാണ്, ഇല്ലെങ്കിൽ ശാപം വരും. ഇനി ഞാൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, യേശു കർത്താവ് എന്നാൽ ഈ ഒരു ഉടമ്പടി ഇസ്രായേൽ മക്കളോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ കണ്ടീഷനാണ്, അതിന്റെ ഭാഗമായിരുന്നു. എന്നാൽ യേശു കർത്താവിന് എടുത്ത് വന്നപ്പോൾ യേശു കർത്താവ് ദശാംശത്തെ കുറിച്ച് ആരോട് പറയുന്നുണ്ട്? പരീശന്മാരോട് പറയുന്നുണ്ട്.
ക്രൂശ് മരണത്തിന് മുമ്പ് സഭ സ്ഥാപിക്കപ്പെടുന്നതിന് മുന്നമേ ഈ പരീശന്മാരോട് യേശു കർത്താവ് നിങ്ങൾ ദശാംശം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ സ്നേഹവും കരുണയും ഇതെല്ലാം വിട്ടുകളയാന്ന് മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് യഹൂദന്മാരായിട്ടുള്ള പരീശന്മാരോട് പറയുന്ന കാര്യമാണ്. അതിനുശേഷം നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുന്നു. പുതിയ ഉടമ്പടിയിൽ ഇനി ഞാനൊരു കാര്യം ഇനിയും പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇനിയും തൊട്ട് പറയുന്നത് നിങ്ങളൊക്കെ ഉണ്ട്. പുതിയ ഉടമ്പടിയിൽ നമ്മൾ ദശാംശം അല്ലെങ്കിൽ ടൈറ്റ് എന്ന് പറയുന്ന വാക്കല്ല, കൊടുക്കുക എന്നുള്ള വാക്കാണ്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്താ വാക്ക്? കൊടുക്കുക, ഗിവിങ്. ഒന്ന് കവനന്റ് ഗിവിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഉടമ്പടി കൊടുക്കുകയാണെങ്കിൽ പുതിയ നിയമത്തിൽ ഗ്രേസ് ഗിവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപയോടെ കൊടുക്കുന്നതാണ് പുതിയ നിയമം. ഒന്ന് വടി കൊണ്ട് കൊടുപ്പിക്കുന്നതാണെങ്കിൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം, ഒന്ന് വടി കൊണ്ട് കൊടുപ്പിക്കുന്നതാണെങ്കിൽ ഒന്ന് സ്നേഹത്തിൽ കൊടുപ്പിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ എത്ര മനസ്സിലാവുന്നുണ്ട്? പുതിയ നിയമത്തിൽ ദശാംശം എന്ന് പറയുന്ന ഒരു ഉപദേശമേ ഇല്ല. പുതിയ നിയമത്തിലുള്ള എന്താണ്? കൊടുക്കുക. ഞാനൊരു വാക്യം നിങ്ങൾക്ക് വെറുതെ അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 33 ആരെങ്കിലും എടുത്തെങ്കിൽ വായിച്ചോണേ. 20-ാം അധ്യായത്തിന്റെ 33-ാമത്തെ ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ ഇത് നമുക്കറിയാം. പൗലോസ് എഫേസോസിലെ എൽഡേഴ്സിനെ വിളിച്ചിട്ട് അവരുടെ അവിടുന്ന് പോകുന്നതിന് മുമ്പ് പറയുന്ന ഒരു കാര്യമാണ്. വായിച്ചു. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും എന്നോടുകൂടെ ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇവിടെ എന്താ? യേശു കർത്താവ് പറഞ്ഞൊരു വാക്ക് പറയുകയാണ്. എന്താണ്? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത്, ഗിവിങ്. പുതിയ നിയമത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കൊടുക്കുന്നവരാകണം. ഇവിടെ കൽപ്പന വാങ്ങുന്നതിനേക്കാളും 10% കൊടുക്കണം, അങ്ങനൊന്നുമല്ല. വാങ്ങുന്നതിനേക്കാളും കൊടുക്കുന്നതല്ല. ഇനി ഈ വിഷയങ്ങൾ വളരെ വ്യക്തമാക്കുന്ന 2-3 അധ്യായങ്ങളുണ്ട്. ഒന്ന് 2 കൊരിന്ത്യർ 8-ാം അധ്യായം. ഞാൻ അധ്യായങ്ങൾ പറയാം, എഴുതേണ്ട വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പെട്ടെന്ന് പോയിന്റ്സ് മാത്രമേ പറയത്തുള്ളൂ. 2 കൊരിന്ത്യർ 8-ാം അധ്യായവും 9-ാം അധ്യായവും, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗം, ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗം. ഇത്രയും വാക്യത്തിനകത്തുനിന്ന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരാം. നമുക്ക് എല്ലാവർക്കും ആ ഭാഗങ്ങൾ 2 കൊരിന്ത്യർ. അതിനു മുമ്പായിട്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും ഈ സ്തോത്രകാഴ്ച എടുക്കുന്ന എന്തിനാ? എല്ലാ ആഴ്ചയിലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇവിടെ ഇങ്ങനെ സഞ്ചയം കൊണ്ട് വരുന്ന സ്തോത്രകാഴ്ച എടുക്കുന്നത്. അച്ഛാ അതെന്തിനാ? ബൈബിൾ നമുക്ക് എടുക്കാം. 1 കൊരിന്ത്യർ. നമുക്ക് വാക്യം ബൈബിൾ വായിച്ചിട്ട് നമുക്ക് എന്താ ദശാംശത്തെ പറ്റി പറയാൻ നോക്കാം. 1 കൊരിന്ത്യർ അതിൻ്റെ 16-ാം അധ്യായത്തിലെ, 1 Corinthians chapter 16, 1 കൊരിന്ത്യർ 16-ന്റെ 1-2 വാക്യങ്ങൾ വായിച്ചോ. 1 and 2. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുക. ഗലാത്യ സഭയ്ക്ക് കൊടുത്ത കൽപ്പന പോലെ നിങ്ങളും ചെയ്യണമെന്ന് കൊരിന്ത്യ സഭയോട് പറയുകയാണ്. വായിച്ചോ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരദിച്ച് തന്റെ പക്കൽ വെച്ചുകൊള്ളണം. ശ്രദ്ധിക്കുക, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? തനിക്ക് കഴിവുള്ളത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം നിങ്ങൾക്ക് കഴിവുള്ളത് എന്ത് ചെയ്യണം? അത് കൊണ്ടുവന്ന് നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? താഴോട്ട് വായിക്കുമ്പോൾ യെരുശലേമിലുള്ള പാവപ്പെട്ട വിശ്വാസികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി പൗലോസ് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുക. എല്ലാ ആഴ്ചയിലും വരുമ്പം എന്ത് ചെയ്യണം? ഒന്നിച്ചു വന്നാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്കുള്ള പ്രാപ്തി, ഇവിടെ പറയുന്ന വാക്കുണ്ട്, എങ്ങനെ? നിങ്ങൾക്ക് കഴിവുള്ളത് ശേഖരിക്കണം. ഓരോരുത്തിൻ്റെയും അല്ല എല്ലാവരും 10 രൂപ കൊണ്ടുവരാണ്, എല്ലാവരും 100 രൂപ കൊണ്ടുവരാനല്ല. എങ്ങനെ പറയുന്നത്? പൗലോസ് പറഞ്ഞത് ഇവിടെ അവരവർക്ക് കഴിവുള്ളതുപോലെ കൊടുത്ത് ശേഖരിച്ചു വെക്കണം. ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കാൻ വേണ്ടി എന്നുള്ളത്. ഒന്നാമത് പറഞ്ഞു. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരാം. ഇനി ഇത് നമ്മൾ 2 കൊരിന്ത്യർ 2 കൊരിന്ത്യൻസിലേക്ക് വരാം. 2 കൊരിന്ത്യർ 8ഉം 9ഉം അധ്യായങ്ങളിൽ വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് പൗലോസ് ഈ വിഷയത്തെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. ഞാനത് അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറഞ്ഞത്. ഈ പറഞ്ഞേക്കുന്ന കാര്യം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് നോട്ട് എഴുതേണ്ടി എടുത്താൽ മതി. 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ, 5 വരെയുള്ള വാക്യങ്ങളിൽ മക്കദോന്യ സഭ ദൈവനാമത്തിന് വേണ്ടി കൊടുത്തത് എങ്ങനെയാണെന്നും, എന്നിട്ട് അതുകൊണ്ട് താൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ
കൊരിന്ത്യ സഭയോട് പറയാം, നിങ്ങൾ അവരെ പോലെ കൊടുക്കുന്നവരാകണം. അതിന് 5-ാം വാക്യം ഒന്ന് വായിച്ചു വെച്ചാൽ 5-ാം വാക്യം, 5 അല്ല 6-ാം വാക്യം. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. ശ്രദ്ധിക്കുക, അതിന് 5-ാം വാക്യം ഒന്ന് വായിച്ചേ. അത് മക്കതോന്യ സഭകളെ പറ്റി പറയുന്നത്. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിന് ഒത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. ശ്രദ്ധിക്കുക, ഈ മക്കതോന്യ സഭയുടെ പ്രത്യേകത അവരെന്ത് ചെയ്യുന്നു? ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായിരുന്നു. പിന്നെ മാത്രമല്ല, അവിടുത്തെ ലീഡേഴ്സ് ആയിരുന്ന ഞങ്ങളോടെയും കീഴിൽ എന്ത് ചെയ്തു? സബ്മിറ്റ് ചെയ്തവരായിരുന്നു. അവരെങ്ങനെയാ കൊടുത്തത്? അത് 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അച്ഛാ അതോട് വായിച്ചു എന്താണെന്നുള്ളത്. അതിന് 4-ാം വാക്യം വായിച്ച ഈ മൊത്തം ഒന്ന് വായിച്ചു, 1 മുതൽ വായിച്ചു. സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി. മക്കതോന്യ സഭയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടതയിലും കഠിന ശോധനയിലുമായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? അവര് ധാരാളം ഔദാര്യം കാണിച്ചു. അടുത്ത വാക്യം വായിച്ചു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയെ സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. അവര് വന്ന് പൗലോസിനോട് ചോദിച്ചു. എന്താ ചോദിച്ചേ? അയ്യോ, അവരുടെ കാര്യം എങ്ങനെ? ആ വിശ്വാസികളുടെ കാര്യം എങ്ങനെ? അവരുടെ വിഷയമൊക്കെ കുഴപ്പമില്ലല്ലോ, യെരൂശലേമിലെ സഭയൊക്കെ എങ്ങനെയുണ്ട്? അവര് വന്ന് ഞങ്ങളോട് ചോദിച്ചു. എന്നിട്ട് എന്താ ചെയ്യുന്ന പറഞ്ഞത്? പ്രാപ്തി പോലെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നത് പോലെയും പ്രാപ്തിക്ക് മീതെയും. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? പ്രാപ്തിക്കു മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. സ്വമേധയായിട്ട് കൊടുത്തു. അവരെന്ത് ചെയ്തു? സ്വമേധയായിട്ട് കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിന് ഒത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ കാര്യം? അവർ കർത്താവിന് സമർപ്പിക്കപ്പെട്ടവരായിരുന്നു. പിന്നെ അവിടുത്തെ ലീഡേഴ്സിന് സമർപ്പിക്കപ്പെട്ടവരായിരുന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? അയ്യോ, അവരുടെ കാര്യം എങ്ങനെയാ? അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അവർ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും എന്ത് ചെയ്തു? ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാൻ. എന്നിട്ടാണ് 6-ാം വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ തീത്തോസ് നിങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ധർമ്മശേഖരം തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതുകൊണ്ട് പൗലോസ് അവരെ എൻകറേജ് ചെയ്യുക, നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? അവൻ ചെയ്തു. നീ താഴോട്ട് വായിച്ചാൽ അവിടുത്തെ ചില വാക്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോകാൻ പോവാണ്. ഒന്നാമത് നമ്മൾ വായിച്ചത്, ഒന്നാമത് നമുക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടി വേണ്ടി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ഹൃദയമുള്ളവരായിരിക്കണം. സമർപ്പിക്കുന്ന ഹൃദയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വെച്ചാൽ 100 രൂപ ഉണ്ട്, 10 രൂപ അല്ലെ 20 രൂപ ദൈവനാമത്തിൽ കൊടുത്താൽ തീർന്നെടുത്ത എൻ്റെ കാര്യം. ഇനി അടുത്ത കാര്യം എങ്ങനെ അതിന് മുമ്പോട്ടുള്ള പോക്ക്. ദൈവത്തിന് സമർപ്പിക്കുന്നവനെ സംബന്ധിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ വരുമ്പോൾ അവനെന്ത് ചെയ്യും? ദൈവനാമത്തിന് വേണ്ടി കൊടുക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ? ദൈവനാമത്തിന് വേണ്ടി. അതിന് അവന് പ്രശ്നമൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 രൂപ പോയാലും കർത്താവിന്റെ സമർപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവല്ലേ നടത്തുന്നത്. അതിനുള്ള കാര്യം കർത്താവ് ചെയ്തോളൂന്നേ. ഞാൻ പറഞ്ഞത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്. അന്നേരം ഒന്നാമത് നമ്മളിവിടെ വായിച്ചത്, ഞാൻ ഈ വായിച്ച വാക്യത്തിൽ ഈ നമുക്ക് ഇവിടെ എന്തൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതെന്നൂടെ നോക്കാം. ഒന്ന്, നമ്മൾ ആദ്യം നമ്മളെ തന്നെ സമർപ്പിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാനുള്ളത്? കൊടുക്കാൻ. ഒന്നാമത് തന്നെ രാജാവിൻ്റെ ഈ വാക്യം വായിച്ചോ. 9-ാം അധ്യായം, ഇവിടെ 8-9 അധ്യായത്തിൽ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. ഞാൻ ഇതിലേക്ക് വിഷയം വെച്ചിട്ട് ഞാൻ പറയാം. ഒന്ന്, എങ്ങനെ കൊടുക്കണമെന്ന് പറയുന്നത്, ഈ ദശാംശമാണോ കൊടുക്കേണ്ടത്? അന്നേരം ഞാൻ ഇത്രയും പറഞ്ഞപ്പം അച്ഛാ സമർപ്പിച്ചിട്ട് കൊടുക്കണം. എത്ര കൊടുക്കണ്ടേ? ദശാംശമാണോ കൊടുക്കണ്ടേ? അതോ കൂടുതലാണോ കൊടുക്കണ്ടേ? അതോ കുറവാണോ കൊടുക്കണ്ടേ? എന്തോ വചനം പറയുന്നത്? പുതിയ നിയമത്തിൽ പറഞ്ഞ 2-3 കാര്യങ്ങൾ അച്ഛാ എടുത്ത് വാക്യം ഒന്ന് വായിച്ചാല്. 2 കൊരിന്ത്യർ 9:7, 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. ശ്രദ്ധിച്ചേ, ഒന്നാമത് എങ്ങനെ കൊടുക്കണമെന്നാ പറഞ്ഞേ? ദശാംശം എന്നാണോ? നിങ്ങളെല്ലാം ശ്രദ്ധിച്ചേ, കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ, എന്താ പറഞ്ഞേക്കുന്നേ? അവനവൻ ഹൗ വൺ ഹാസ് ഡിസൈഡഡ് ഇൻ ഹിസ് ഹാർട്ട്. ഒരു പ്രശ്നം വന്നു, സഭയിൽ ആവശ്യമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? ദശാംശം കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ ഡോക്ടറെ കൊടുക്കണം. അതല്ല, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ. ഇതെന്ന് പറയുന്ന സ്വമേധാദാനം, ഫ്രീ വില്ലായിട്ടുള്ള ഓഫറിംഗ് ആണ്. അതിന് കണക്കൊന്നുമില്ല. നിനക്ക് ഇപ്പം 100 ആണോ 1000 ആണോ 10,000 ആണോ അതോ 1 ദിറംസ് ആണോ 2 ദിറംസ് ആണോ, നിങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് വരുന്ന ചിത്ത പോലെ എന്ത് ചെയ്യണം? കൊടുക്കണം. ദശാംശമല്ല, ആവശ്യങ്ങൾ കൊടുക്കേണ്ടത്. ഇനി അടുത്തത്, ഈ ഫ്രീ വില്ലിങ് കൊടുക്കേണ്ടത് എങ്ങനെയാ? സങ്കടത്തോടെ അരുത്. എൻ്റെ അച്ഛ പൈസ എല്ലാം കൊടുത്തു, സഭയെ കൊടുത്തു പോക്ക. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. പാസ്റ്റർ പറഞ്ഞു ഇല്ലെങ്കിൽ ഡോക്ടർക്ക് കൊടുക്കേണ്ടി വരും.
നിർബന്ധത്താലും വരുത്. പിന്നെ എങ്ങനെയാ? സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അതായത് ഒന്നാമത് ദൈവസന്നിധി കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഫ്രീ വിൽ ഓഫറിങ്. അവനവന് ഹൃദയത്തിൽ തോന്നുന്നത് പോലെ കൊടുക്കണം. ഏതാ? എൻ്റെ സഭയുടെ അല്ലെങ്കിൽ എൻ്റെ ആവശ്യം എൻ്റെ കൂട്ടു സഹോദരന്റെ വിഷയമാണ്, അത് ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ അച്ഛാ ഈ 200 കൊടുക്കാമെന്ന് പറഞ്ഞും പോയി, ഇനി ആകപ്പാടെ എന്തോ അടുത്ത നമ്മുടെ കാര്യം എന്താ? അങ്ങനത്തെ ഒരു ചിന്തയല്ല പറയേണ്ടത്. സന്തോഷത്തോടെ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അതിനൊരു വിലയില്ല. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവൻ ഞാൻ 200 കൊടുക്കാൻ സഹോദരന് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ദശാംശമല്ല, ഒന്നുകൂടി ശ്രദ്ധിക്കണം, 10-1 നിങ്ങൾ ഹൃദയത്തിൽ നിശ്ചയിക്കുന്നത് പോലെ ആർക്ക് കൊടുക്കണം? അവിടെ കൊടുക്കണം. ഇനി അത് സന്തോഷത്തോടെ അല്ല, നിർബന്ധത്താലുമല്ല, മനസ്സോടെ കൊടുക്കുന്നവനെ ദൈവം എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ഇതെന്ന് പറയുന്നത് അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കണം. ഒന്ന്. രണ്ടാമത് എടുത്തു വെച്ചാൽ നമ്മളിപ്പം 2 കൊരിന്ത്യർ ഇതിന്റെ തന്നെ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വായിച്ച 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചേ. ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ, എല്ലാവരും ശ്രദ്ധിച്ചു വായിക്കണേ. അടുത്ത കൊടുക്കുന്ന എങ്ങനെയാണ്? ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ, ഒരുത്തനും മനസ്സൊരുക്കമുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ദൈവത്തെയൊക്കെ സ്നേഹിക്കുന്ന മനസ്സിൽ ഒരു ഒരുക്കം ഉണ്ടെങ്കിൽ, പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല. മനസ്സൊരുക്കമുണ്ട് എന്നാലും 200 കൊടുത്ത എന്താ? അങ്ങനെയല്ല, മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ എങ്ങനെ ദൈവപ്രസാദം ലഭിക്കും. അവന് ദൈവം നല്ല നിലയിലോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ കൊണ്ടുതരുന്നറിയോ? 50 രൂപ. ഒന്നുമില്ലാത്തവനാണെങ്കിൽ എനിക്ക് പൈസ തരണമെന്നല്ല പറഞ്ഞു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നാട്ടോ. അവൻ 50 രൂപ കൊടുക്കും. പ്രാപ്തിയുള്ളവൻ 50 രൂപ കൊടുക്കും. പ്രാപ്തി ഇല്ലാത്തവന് 200 ദിനാംശം കൊടുക്കുക സന്തോഷത്തോടെ. അതായത് ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെ ആയിരിക്കണം? അവന്റെ കഴിവിനും പ്രാപ്തിക്കും ഒത്തവണ്ണം ദൈവനാമത്തിന് കൊടുക്കണം. ദശാംശമല്ല. ഞാൻ വീണ്ടും പറയാം, എന്തല്ല, നമ്മളെ ഗിവിങ് ആണ്. എന്താണ്? നമ്മള് കൊടുക്കുകയാണ്. പുതിയ നിയമത്തിൽ നമുക്ക് ഒരു കൽപ്പനയില്ല, ഗ്രേസ് ഗിവിംഗ് ആണ്. ഒന്നുകൂടെ പറയാം, കൃപയാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഒത്തവണ്ണം ആർക്ക് കൊടുക്കണം? ദൈവനാമത്തിന് വേണ്ടി കൊടുക്കണം. ഇനി അത് നമ്മൾ തന്നെ 12-16 1 വരുന്നത് 16-2 വായിച്ച അതാണ്. എന്താ വായിച്ചത്? നിങ്ങൾ പ്രാപ്തി കഴിവിനൊത്തവണ്ണം ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം നിങ്ങൾ എന്ത് ചെയ്തോണം? നിങ്ങൾ കൊടുത്ത് നിങ്ങൾ കൊണ്ടുവെക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരു സഹോദരന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റും. അന്നേരം ഒന്നാമത് നമ്മൾ വായിച്ചത് അവനവൻ ഹൃദയത്തിൽ ഡിസൈഡ് ചെയ്യുന്ന പോലെ കൊടുക്കണം. രണ്ടാമത് നമ്മൾ വായിച്ചത് നമ്മുടെ പ്രാപ്തിക്കൊത്തവണ്ണം കൊടുക്കണം. ബേസ്ഡ് ഓൺ ഹിസ് എബിലിറ്റി. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, പ്രൊപ്പോർഷൻ ടു ഹിസ് പ്രോസ്പിരിറ്റി. ഞാൻ പറഞ്ഞ മനസ്സിലായി എങ്ങനെ? ബേസ്ഡ് ഓൺ ഹിസ് എബിലിറ്റി, പ്രൊപ്പോർഷൻ ടു ഹിസ് പ്രോസ്പിരിറ്റി. അവന് ദൈവം നൽകുന്നതിനനുസരിച്ച് കൊടുക്കണം. ഒന്നുകൂടെ, ദശാംശമല്ല, ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ ദൈവത്തിന് കൊടുക്കണം. മൂന്നാമത്തേത് 2 കൊരിന്ത്യർ 8-ന്റെ 2-3 വാക്യങ്ങൾ വായിച്ചേ. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അടുത്ത വാക്യം. വിശുദ്ധന്മാരുടെ സഹായത്തിനായുള്ള ധർമ്മവും കൂട്ടായ്മയെ സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചത്. എവിടെ കൊടുക്കുക? ഇവിടെ ഇവർക്ക് കൊടുക്കാൻ വല്ല ചാൻസും ഉണ്ടോ? കഷ്ടതയുടെ കഠിന ശോധനയില്ല, ഒന്നും കൊടുക്കാനില്ല. മൂന്നാമത്തെ കൊടുക്കുന്നു പറയുന്നത് സാക്രിഫിഷ്യൽ ഗിവിങ്. എന്താ പറയുന്നത്? ത്യാഗം, ഇല്ലായ്മയിൽ നിന്ന് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ത്യാഗപരമായിട്ട്, ദാരിദ്ര്യത്തിലും വലിയ പ്രതിസന്ധിയിലുമാണെങ്കിൽ അവരുടെ ഹൃദയത്തിലുള്ള ഒരു ആത്മസന്തോഷം അവർ പറയുന്നുണ്ട്. എന്താ സന്തോഷമാ? അവർ പറയുന്നത് അവരുടെ സന്തോഷ സമൃദ്ധി, അവർക്ക് ദൈവത്തെങ്കിലുള്ള സന്തോഷ സമൃദ്ധി കൊണ്ട് അവർക്കൊന്നുമില്ലെങ്കിലും അവരെന്ത് ചെയ്യുക? ദൈവത്തിന് വേണ്ടി കൊടുക്കുക. മൂന്നാമത്തെ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് സാക്രിഫിഷ്യൽ ഗിവിങ്, അല്ലെങ്കിൽ എന്താണ്? ത്യാഗപരമായിട്ട് ഇല്ലാത്തതിൽ നിന്ന് എടുത്ത് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്. മനസ്സിലായി? ഇനി അടുത്തത് വേറെ ചോദിച്ചാൽ 2 കൊരിന്ത്യർ 9-6 സെക്കൻഡ്. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ, ഈ 2 അധ്യായം വീട്ടിൽ പോയെന്ന് ശരിക്കും വായിക്കണം. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. അടുത്ത വേറെ പറയുക. ഇതെല്ലാം ദൈവം അടുത്ത വകയെന്ന് പറയാ, ലോഭമായിട്ട് വിതയ്ക്കുന്നവൻ ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ കൊടുത്താ. എനിക്ക് ഹൃദയത്തിൽ നിശ്ചയിക്കുന്ന 10 രൂപയുള്ള അച്ഛാ. ഏതാ അത്? പാസ്റ്റർ ആദ്യം പറഞ്ഞു, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്തുവാ? ഹൃദയത്തിൽ നിശ്ചയം. ദശാംശം ഒന്നും കൊടുക്കണ്ട. എത്ര കൊടുത്താൽ മതി? 10 രൂപ കൊടുത്താൽ മതി, കുഴപ്പമില്ല. എനിക്ക് അത്ര ഹൃദയത്തിൽ
അടുത്ത ദൈവത്തെയാണോ പറയുക? ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായിട്ട് കൊയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു. ലോഭമായി വിതയ്ക്കുന്നവൻ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെന്ന് പറയുന്നത് വിത്ത് വിതയ്ക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യമാണ്. നീ ദൈവത്തിന് വേണ്ടി വിതച്ചാൽ ദൈവം എന്ത് ചെയ്യും? അവിടുത്തെ വാക്യം എങ്ങനെ പറയുന്നത്? ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. അടുത്തത് ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന്. നീ ദൈവനാമത്തിന് വേണ്ടി ഒരു സീഡ് ഓഫറിംഗ് പോലെ നീ അങ്ങോട്ട് വിതച്ചാൽ ദൈവം എന്ത് ചെയ്യും? ധാരാളമായിട്ട് കൊയ്യും. അല്ല, നിനക്ക് 10 രൂപ കൊടുക്കാനുള്ള ദൈവത്തിന് പ്രശ്നമൊന്നുമില്ല. നീ എന്തേ കൊയ്യത്തുള്ളൂ? ലോഭമായിട്ടേ കൊയ്യത്തുള്ളൂ. ധാരാളമായിട്ട് നീ വിതച്ചാൽ എന്ത് കൊയ്യും? ധാരാളമായിട്ട് കൊയ്യും. അത് കാര്യങ്ങൾ എടുത്ത് കർത്താവിനെ സ്തുതിച്ചേ. ഇത് കേൾക്കും വലിയ ബുദ്ധിമുട്ടായി പറഞ്ഞത്. സഹിച്ചാൻ എന്താ പറഞ്ഞു വരുന്നത്? ആദ്യം വിചാരിച്ചത് നല്ലതാണെന്ന് വിചാരിച്ച് വരികയായിരുന്നു. ഇപ്പൊ പറയാം ലോഭമായി. ഞാൻ പറയാം, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ദൈവത്തിന് പറയുന്നത് നമ്മുടെ ഇഷ്ടം പോലെ കൊടുക്കാം. ഒരു ടൈത്ത് എന്ന് പറയുന്ന ഒരു കൽപ്പന പുതിയ നിയമത്തിൽ ഇല്ല. ഒരു കമാൻഡ്മെന്റും ഇല്ല. നിനക്കൊരു ശാപവും വരത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവവചനം പറയുന്നത് ലോഭമായി വിതച്ചാൽ നീ ലോഭമായിട്ട് കൊയ്യും. നീ ധാരാളമായിട്ട് വിതച്ചാൽ ധാരാളമായിട്ട് കൊയ്യും. ഇത് തന്നെ നമ്മൾ വായിക്കുന്ന ഈ പറഞ്ഞ സീഡ് ഓഫറിംഗ്. ഇത് തന്നെ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വിത്ത് വിതയ്ക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ കർത്താവേ നിന്റെ നാമത്തിൽ ഞാൻ തരാൻ തയ്യാറാ. എനിക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ ദൈവനാമത്തിൽ കൊടുക്കുക. എനിക്കൊരു കാര്യം അറിയാം, വിതച്ചാൽ അത് ധാരാളമായിട്ട് വിതച്ചാൽ ധാരാളമായിട്ട് തരുന്നൊരു കർത്താവുണ്ട്. എനിക്കത് ഉറപ്പുണ്ടെന്ന് പറയുന്നൊരു കേസാണ്. ഗലാത്യ ലേഖനം എടുത്ത് വെച്ചാൽ ഗലാത്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 6-ാം അധ്യായത്തിന്റെ അവിടെ 6-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിപ്പീൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. മതി. ഇവിടെ ഞാൻ ഈ പറഞ്ഞ 7 മുതലുള്ള വാക്കുകൾ നോക്കിയാൽ മതി. ഇവിടെ പറയുന്നത് വഞ്ചിക്കപ്പെടരുത്, ദൈവത്തെ പരിഹസിച്ചുകൂടാ. എന്നിട്ട് എന്താ പറയുന്നത്? മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. മനുഷ്യൻ എന്ത് ചെയ്യും? അതിനൊരു ഉദാഹരണം പറയുക. അതെന്താ വെച്ചാൽ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് പറയുന്നത്. നീ ജഡത്തിൽ തെറ്റായ നിലയിൽ നീ ചെയ്താൽ നീ ജഡത്തിൽ എന്ത് ചെയ്യും? നാശം കൊയ്യും. അതുപോലെ ദൈവത്തിന്റെ ആത്മാവ് അവിടെ പറയുകയാണ്, നമ്മൾ വിതയ്ക്കുന്നത് പോലെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അതടുത്ത വാക്യം പറയുന്നത്, നന്മ ചെയ്യയിൽ നാം എന്ത് ചെയ്യല്? മടുത്തു പോകരുത്. മടുത്തു പോകാതിരുന്നാൽ തക്ക സമയത്ത്. അടുത്ത കരം കൊടുത്തിട്ട് പറഞ്ഞു, തക്ക സമയത്ത് ഒരു കൊയ്ത്തുണ്ട്. നന്മ ചെയ്യുവാൻ മടുപ്പില്ലാതെ ദൈവനാമത്തിന് വേണ്ടി ചെയ്താൽ എന്ത് ചെയ്യും? തക്ക സമയത്ത് കൊയ്യും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോപ്പും ഇല്ലാത്ത സ്ഥാനം. ഞാൻ എപ്പോഴും പറയും, തക്ക സമയം എന്ന് പറയുന്നത് ആരും സഹായിക്കാനില്ലാത്ത സ്ഥാനം, എല്ലാം അവസാനിച്ച സ്ഥാനം, എങ്ങനെ ഒരു ചുവട് വെക്കും എന്ന് പറയുന്ന സ്ഥാനം, അവിടെ ദൈവത്തിന് തക്ക സമയത്ത് കൊയ്ത്ത് നൽകുന്ന ഒരു ദൈവമുണ്ട്. ഇത് ഇനി ഞാൻ പിന്നീട് ഈ വിഷയത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. ഇവിടെ അന്നേരം 3-ാമത് നമ്മൾ ഇപ്പൊ 4-ാമത് പറഞ്ഞത് എന്താ? വിത്ത് വിതയ്ക്കുന്നത് പോലെ വിശ്വാസത്തോടെയുള്ള വിതയ്ക്കൽ, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നത്. ഇവിടെയും കൽപ്പനയൊന്നുമില്ല. നിനക്ക് 10 വിതയ്ക്കാൻ പറ്റുമെങ്കിൽ 10 വിതയ്ക്കുക. നിനക്ക് 100 വിതയ്ക്കാൻ പറ്റുന്നെങ്കിൽ. പക്ഷെ ഒരു കാര്യമാണ്, പുതിയ നിയമത്തിൽ എന്തില്ല? ടൈത്ത് എന്ന് പറഞ്ഞൊരു വാക്കില്ല. ഇനി അടുത്തത് ഒന്നുകൂടെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാതെ, ദൈവത്തിനുള്ള ഭാഗം കൈസർക്കുള്ള ആർക്ക് കൊടുക്കണം? കൈസർക്ക്. ദൈവത്തിനുള്ള ആർക്ക് കൊടുക്കണം? നിന്റെ ജീവിതത്തിൽ, നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കണമെന്ന് തോന്നുന്ന ഭാഗം എന്തുണ്ടോ അതെന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി കൊടുക്കണം. ഇനി ആർക്കൊക്കെ കൊടുക്കണം? ഇനി അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ. ഒന്നാമത് ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക. എങ്ങനെയാന്ന്? ഒരുത്തന് ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. അതിന് ഫ്രീ വിൽ ഓഫറിംഗ് എന്ന് പറയും. രണ്ടാമത് ബേസ്ഡ് ഓൺ ഹിസ് എബിലിറ്റി. ഒന്ന് ഹൃദയത്തിൽ എബിലിറ്റി ഉണ്ടെങ്കിലും 1000 കൊടുക്കാൻ എബിലിറ്റി ഉണ്ടെങ്കിൽ 100 കൊടുക്കുന്നുള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. രണ്ടാമത് ബേസ്ഡ് ഓൺ ഹിസ് എബിലിറ്റി. 1000 കൊടുക്കാനുണ്ടെങ്കിൽ അവൻ 1000 കൊടുക്കുന്നവനാണെങ്കിൽ അത് അവന്റെ എബിലിറ്റി അനുസരിച്ച് അവൻ കൊടുക്കുന്നതാണ്. മൂന്നാമത് സാക്രിഫിഷ്യൽ ഗിവിങ്. ഒന്നുമില്ല ചാ, എനിക്കൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം പ്രശ്നമാണ്. അത് കഠിന ശോധനയിലും ദാരിദ്ര്യത്തിലും കൊടുത്താൽ അത് ദൈവത്തിന് വിലയേറിയതാ. അതാ ത്യാഗപരമായ കൊടുക്കുന്നത് നമ്മൾ വായിച്ചത്. അടുത്തത് നമ്മൾ വിത്ത് വിതയ്ക്കുന്നത് പോലെ സീഡ്. എന്താണെന്ന് സീഡ് ഓഫറിംഗ് ആയിട്ട് ദൈവത്തിന് കൊടുക്കുന്നത്. അടുത്തത് ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ ഭാഗമുണ്ട്, ഗോഡ്സ് പാർട്ട്.
നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ദൈവം നമുക്ക് ചെയ്തു തരുമ്പോഴുണ്ടല്ലോ, കർത്താവ് ഇതൊന്നും എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതല്ല, നീ എനിക്ക് തന്നത്, ഈ ദൈവത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുക, കൊടുക്കുക എന്ന് പറയുന്നത് ദൈവം നൽകുന്ന വേറൊരു ഭാവം. അടുത്തത് ഇനിയും ഞാൻ പറയുന്നത്, പുതിയ നിയമത്തിൽ നമ്മൾ ആർക്കൊക്കെ കൊടുക്കണം, അതുകൂടെ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ അവസാനം സമയം കഴിഞ്ഞു. ആർക്കൊക്കെ കൊടുക്കണം ശ്രദ്ധിച്ച് ഒന്ന് പറഞ്ഞാൽ മതി. ഫിലിപ്പ് ലേഖനം 4 ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 15-20 വരെ വായിക്കുമ്പോൾ അവിടെ പൗലോസ്, നിങ്ങൾക്ക് അത് വീട്ടിൽ പോയി വായിച്ചാൽ മതി, അവിടെ പറയുന്നുണ്ട്, പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പറഞ്ഞിട്ട് വരെ താൻ ആയിരുന്നപ്പോൾ തനിക്ക് വേണ്ടി ഫിലിപ്പിയയിലെ സഭ എന്ത് ചെയ്തു, പണം നൽകി. നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിച്ചു നോക്കണം. ഫിലിപ്പിയയിലെ സഭ എന്ത് പെട്ടെന്ന് വായിച്ചു, അത് എല്ലാവരും ഒരിക്കലും വായിച്ച് കേട്ടിട്ടില്ലാത്ത പോലെ ഇരിക്കുന്ന. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. വരവ് ചെലവ് കാര്യത്തിൽ ഫിലിപ്പിയ സഭയിൽ താൻ പറയാ ശുശ്രൂഷ ചെയ്തപ്പോൾ നിങ്ങളല്ലാതെ ആരും എന്ത് ചെയ്തില്ല, കൂട്ടായ്മ കാണിച്ചു. അതിന്റെ മിഷനറി പ്രവർത്തനത്തിന് പോവുകയാണ്, ഗോസ്പൽ വർക്കിന് പോവുകയാണ്. ആര് കൂട്ടായ്മ കാണിച്ചു? നിങ്ങളല്ലാതെ വേറൊരു സഭ എന്ത് ചെയ്തില്ല, കൂട്ടായ്മ കാണിച്ചില്ല. വായിച്ചോ. കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നു. തവണ എന്ത് ചെയ്തു? നിങ്ങൾ ഇച്ചിരി പൈസ എനിക്ക് തെസലോനിക്ക സഭ ഇച്ചിരി പൈസ നിങ്ങൾ അയച്ചു തന്നു. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ. എനിക്ക് കാശ് വേണമെന്നുള്ളത് കൊണ്ടല്ല, നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ദൈവം ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഞാൻ പറയാം, പണ്ട് ഞാൻ ഇങ്ങനെ ഓർക്കുന്നു, ഒരാള് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെറുപ്പത്തിലെ വിളിച്ചെന്ന് പറഞ്ഞു. ഞാൻ പണ്ട് നേർന്നാന്ന് പറഞ്ഞു. ഞാൻ റീച്ചാൻ്റെ കാര്യം പറയുന്നത്, ഇവർക്കറിയാം. ചെറുപ്പത്തിൽ റീച്ചാനെ എന്ത് ചെയ്തു, സുവിശേഷ വേലയ്ക്ക് വേണ്ടി നേർന്നാന്ന് പറഞ്ഞു. അതുകൊണ്ട് റീച്ചാനെ എല്ലാവരും സുവിശേഷ വേലയ്ക്കോ പറഞ്ഞു. അന്നേരം ഒരിക്കലും ഒരു ദൈവാസം വന്നു പറഞ്ഞു. അന്നേരമാണ് ഞാൻ എനിക്കൊരു സത്യം മനസ്സിലാകുന്നത്. അമ്മ നേർന്ന കൊച്ചു പറഞ്ഞിരണോ നേർന്നത്. പക്ഷെ എന്നാൽ പ്രായമായപ്പം ഒരു ദൈവാസം വന്നു തന്നെ പറഞ്ഞു, നീ ഒരിക്കലും സുവിശേഷം, നിന്നെ കൊണ്ട് ദൈവം പല ഏരിയയിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പം റീച്ചാനെ ഓർത്ത് ദൈവസൂചന അറിയാം, അനേക സ്റ്റേറ്റുകളിൽ റീച്ചാന് പോകാൻ പറ്റത്തില്ലെങ്കിലും അവിടെ അനേകർക്ക് സുവിശേഷം അറിയിക്കാൻ റീച്ചാൻ്റെ ദൈവം എടുത്ത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ സപ്പോർട്ട് കൊടുക്കുന്ന ആരാ? റീച്ചാൻ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയാം, ദൈവം നമ്മളെ ചിലപ്പോൾ ഉപയോഗിക്കുന്നത് ഈ നിലകളിലായിരിക്കും. പൗലോസ് പറയാ, തങ്ങളെ എന്ത് ചെയ്തു, ആര് സഹായിച്ചു? ഈ പറയുന്ന സഭ, ഫിലിപ്പിയിലെ സഭ 2-3 വട്ടം സഹായിച്ചതുകൊണ്ട് എന്താ ഗുണമെന്നറിയോ? നിങ്ങൾക്ക് ഏറുന്ന പ്രതിഫലം അത്രേ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പൗലോസ് അവിടെ പറയുന്ന വാക്കുണ്ട്, 19-ാം വാക്യം വെച്ചാൽ സമയത്താണ് വായിക്കാതെ. 19-ാമത്തെ വാക്യം 4:19. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു. ദൈവത്തിന് വേണ്ടി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ദൈവം പറയുന്നത്, ഞാൻ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. കാര്യം കൊടുത്തു. ദൈവം കൈവിടത്തില്ലെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് ദൈവം കൈവിടുന്ന ദൈവമല്ല. നമ്മൾ രണ്ടാമത് ഇനി എടുക്കാൻ സമയമുള്ളതുകൊണ്ട് പെട്ടെന്ന് പറയുക. യാക്കോബിന്റെ ലേഖനം 1:27 പറയുന്നത്, ദരിദ്രരെയും വിധവമാരെയും സഹായിക്കണം. ശരിയായ ഉപദേശം, ദരിദ്രരെ എന്ത് ചെയ്യണം? ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. പിന്നെ നമ്മൾ വായിച്ച 3-ാം അധ്യായം, ഇപ്പോൾ വായിച്ച ഗലാത്യ ലേഖനം, ഞാൻ 3 പേർക്ക് കൊടുക്കുന്നു. ഒന്ന് നമ്മൾ മിഷണറി പ്രവർത്തനങ്ങൾക്ക് കൊടുക്കണം, ചാരിറ്റിക്ക് കൊടുക്കണം, 3-ാമത് സഹവിശ്വാസികൾക്ക്. ഗലാത്യ ലേഖനം 6:10 പറയുന്നുണ്ട്, എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. പിന്നെ വേണ്ട അവിടെ പറയുന്നത്, പഠിപ്പിക്കുന്നവർക്ക് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കുക. ഈ പറയുന്നതൊന്നും ദശാംശത്തെ പറ്റിയല്ല. ഈ പറയുന്നൊന്നും എന്തിനെ പറ്റി? ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. ഞാൻ പറയും, പുതിയ നിയമത്തിൽ ഭയത്തിൽ അധിഷ്ഠിതമായി ദൈവത്തിന് വേണ്ടി ഇപ്പൊ പേഴ്സ് എടുത്തോ കാശെടുത്ത് ഇപ്പൊ നീട്ടിക്കോ ദേണ്ട വരുന്നു, ഈ പറയുന്ന പരിപാടിയല്ല. ഇതെല്ലാം പക്കാ കളിപ്പീര. വെറുതെ കാശ് പോയത്, എന്നെ കുറെ കണ്ട് കാശ് പോയത്, ആരും പോവല്ലേ കാശ്. ഇപ്പൊ എടുത്ത് പൊക്കി പിടിച്ചാൽ നിങ്ങൾ സന്തോഷത്തോടെ, അവര് പറയുന്നത് കേട്ടല്ലേ കൊടുക്കണ്ടി. ഞാൻ മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ പൊക്കിക്കോ, ദേണ്ട ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പേഴ്സ് എടുത്തോ, ഇത് ഭയങ്കരമായിട്ട് വരാൻ പോവുകയാണ്, വണ്ടിക്കൂലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളെല്ലാവരും എടുത്ത് വീശിക്കോ. ഇത് കണ്ടാണല്ലോ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? നിങ്ങൾ എങ്ങനെ പോകുമെന്ന് എനിക്കറിയണ്ട, കാശെല്ലാം ഇങ്ങോട്ട് ഇട്ടാ മതി. ഇത് വചനം പറയുന്നതല്ല. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിലുള്ള സന്തോഷത്തോടെ, നിന്റെ മനസ്സിന് നീ ദൈവത്തിന് കൊടുക്കാനുള്ള ആഗ്രഹത്തോടെ, ദൈവം കൊടുത്താൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. തക്ക സമയത്ത് നിനക്ക് വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പലക്കാലം എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ അവസാനം എന്തോ മനസ്സിലായി?
ഞാൻ പറഞ്ഞു ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ദശാംശം എന്നുള്ളൊരു ഉപദേശം പുതിയ നിയമസഭയുടെ ഉപദേശമല്ല, ഗ്രേസ് ഗിവിങ്. ഏതാ? ദൈവനാമത്തിന് വേണ്ടി കൃപയോടെ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കുന്നവരാകണം. കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ സന്തോഷത്തോടെ കൊടുക്കണം, ഹൃദയത്തിൽ അനുസരിച്ച് കൊടുക്കണം, വിതയ്ക്കുന്ന നിലയിൽ കൊടുക്കണം. ദൈവം മാനിക്കുന്ന ദൈവമാണ്. നമുക്കെല്ലാവർക്കും ദൈവസ്ഥനിൽ എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. ഇനി ദശാംശം ഒന്നും പറഞ്ഞ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛാ ഇങ്ങനെയൊക്കെ വചനം പറയുന്നത് എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കബളിപ്പിക്കപ്പെടരുത്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം കരങ്ങളടിച്ച് കർത്താവെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയാം, വചനം നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ പറയാം വചനം ആഴത്തിൽ പഠിച്ചു കഴിയുമ്പോൾ നമ്മളെ ആർക്കും ഒരുത്തനും നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതാ പറഞ്ഞു, വഞ്ചിക്കപ്പെട്ടു പോകരുത്, നമ്മൾ ചതിക്കപ്പെട്ടു പോകല്ലേ. നിന്റെ പൈസ മുഴുവൻ ഇന്നത്തെ പലതും നമ്മുടെ പൈസ പോലും അവന്റെ കയ്യിൽ ഇരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ട്രിക്കും അറിയാം. ഹല്ലേലൂയ. എന്തെങ്കിലും പറഞ്ഞു ഇങ്ങനെ ഒരു അത്ഭുതം കാണിച്ചേച്ച് ഇടറാകാശം എന്ന് പറയുമ്പോൾ മനുഷ്യനല്ലേ ഇട്ടുപോകും. ശരിയല്ലേ അച്ഛാ? വചനം അതൊന്നും നോക്കിയിട്ടല്ല വചനം പറയുന്നത്. വചനം സിമ്പിളാ പറയുന്നത്. നിന്റെ ഹൃദയത്തിനകത്ത് ദൈവം തരുന്നത് ഞാൻ മാൻഡേറ്ററി ലോ അല്ല, ഗ്രേസ് ഗിവിംഗ് ആണ്. ദൈവത്തിന് കൊടുക്കുന്നതായിട്ട് നീ കൊടുത്താൽ ദൈവം നിന്റെ വഴികളെ തുറക്കും.